എന്നിട്ട് ഇതിനെ മിനിമൈസ് ചെയ്തിട്ടാൽ മതി. ആ സ്ക്രീനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തേർഡ് മൊഡ്യൂളിൻ്റെ അകത്ത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് മുഴുവനായിട്ട് പഠിക്കാനുള്ളത്. അതായത് ഇച്ചിരി വാസ്റ്റ് ആണ്. തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളുമായിട്ട് ഒരുപാട് ഉണ്ട്. പക്ഷേ ഈ ഒരു 2 മൊഡ്യൂളുകളുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ. ഇൻഡയറക്റ്റ് ആയിട്ടും വരാം, പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചായിരുന്നു എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ മീന്, വേരിയൻസ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതെല്ലാം കൂടെ ചേർത്ത് വരുന്ന ഒരു സെറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പം അതിന് മുന്നേ തന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മിക്കവാറും മറന്നിരിക്കുകയായിരിക്കും. അതുകൊണ്ട് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അനക്കൊന്നുമില്ല. ഇതെന്താ ഇത് ഇങ്ങനെ വരുന്നത്? ഒരു സെക്കൻഡേ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ 2 തരമുണ്ട്, അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് 2 തരം ഉണ്ടെന്ന് പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്? ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. റാൻഡം വേരിയബിൾ 2 തരമുണ്ട്. ഏതൊക്കെയായിരുന്നു? ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൗണ്ടബിളി ഫൈനൈറ്റ് വാല്യൂസ് അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് വാല്യൂസ് ആണ് നമ്മുടെ റാൻഡം വേരിയബിൾ. ഇപ്പോൾ 1, 2, 3 എക്സെട്ര, അല്ലെങ്കിൽ ഇപ്പോൾ എക്സിന്റെ വാല്യൂ 0, 1 ഇങ്ങനെയൊക്കെ പറയുന്ന കേസായിരുന്നു എന്ത്? ഡിസ്ക്രീറ്റ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇന്റർവെലിന്റെ അകത്തുള്ള എല്ലാ വാല്യൂസും നമ്മുടെ റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുമെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരുന്നു. ഇപ്പോൾ 0 x <1, 0 y 1 അല്ലെങ്കിൽ 2 ഇങ്ങനെയൊക്കെ പറയുന്ന റേഞ്ചിലാണ് നമ്മുടെ റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് എടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള റാൻഡം വേരിയബിൾ ആയിരുന്നു നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ a random variable is said to be continuous if it can take all possible values within a certain limits. ഒരു certain ലിമിറ്റ്സിന്റെ അകത്തുള്ള എല്ലാ വാല്യൂസും നമ്മുടെ റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷനെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാ പറഞ്ഞിരുന്നത്. ഫംഗ്ഷൻ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? f(x) എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെന്തായിരുന്നു?
ഒരു ഇന്റർവെലിന്റെ അകത്തുള്ള പ്രോബബിലിറ്റിയെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമായിരുന്നു? ഇപ്പം പ്രോബബിലിറ്റി ഓഫ് ആൽഫ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബീറ്റ, എക്സിന്റെ PDF അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബബിലിറ്റിയെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇന്റഗ്രൽ ഓവർ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെല്ലാം ഇൻട്രൊഡക്ഷൻ പറയുന്നതാണ്. നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ ഒരു മൊഡ്യൂളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇന്റർവെലിന്റെ അകത്തുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വേണം, അതുകൊണ്ടാണ് ഒന്നെന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയണേ. അതുപോലെ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയതുകൊണ്ട് തന്നെ ഒരു ഫുൾ റേഞ്ച്, അതായത് ഇപ്പോൾ ആൽഫ മുതൽ ബീറ്റ വരെയാണ് അതിൻ്റെ റേഞ്ച് എങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയതുകൊണ്ട് ഇതെപ്പോഴും 1 ആയിരിക്കണം. ഈ റാൻഡം വേരിയബിളിന്റെ റേഞ്ച് ഇതാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ തുടക്കത്തിലുള്ളത്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേക്കണേ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ഒത്തിരി നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തേക്കണം. പിന്നെന്താണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ പ്രോബബിലിറ്റി എന്തായിരിക്കും? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ? 0 ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന് പ്രോബബിലിറ്റി ഇല്ല. അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാലും എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാലും ഇന്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് അവിടെ പ്രാധാന്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ സം പഠിക്കാൻ വേണ്ടി ഈ കുറച്ച് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് കാൽക്കുലേഷൻ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ഈ ഗുപ്ത കപൂറിൻ്റെ ടെക്സ്റ്റ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ പഠിക്കാനുള്ളതും ആ ടെക്സ്റ്റ് തന്നെയാണ്. അപ്പോഴത്തേക്കും ഇപ്പം നോട്ട്സ് ആയിട്ട് ഇപ്പം ഞാൻ ചുമ്മാ ഈ സെയിം സാധനങ്ങൾ കഥ പോലെ എഴുതി വിടേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ടെക്സ്റ്റ് ഇപ്പം ഇല്ലാത്തവർക്ക് വേണ്ടി ടെക്സ്റ്റിൻ്റെ പേജസ് എല്ലാം കൂടി, എല്ലാ പേജും ഇല്ല, വേണമെന്നുള്ള പേജസ് മാത്രം, അപ്പം ഇന്നിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്ന പോർഷൻസ് എല്ലാം കൂടെ ചേർത്ത് ഞാൻ PDF ആക്കി ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് എടുത്ത് അത്രയും പേജസ് വെച്ച് ഒരു സ്വന്തമായിട്ടൊരു നോട്ട് ഉണ്ടാക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് കവേർഡാണ്, അതിൻ്റെ അകത്തൊന്നും സ്കിപ്പ് ചെയ്യാനും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അങ്ങ് നോട്ട് ഉണ്ടാക്കുക. പിന്നെ ഈ എഴുതുന്ന ജാം ബോർഡ് ഞാൻ ഷെയർ ചെയ്തേക്കാം, PDF ആക്കി ഈ ഒരു ജാം ബോർഡിനെ ഷെയർ ചെയ്തേക്കാം. അതുപോലെ ഒരു റാൻഡം വേരിയബിൾ എക്സ് ആണ്, അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് കേസിലാണ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം A ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആണെന്ന് വിചാരിക്കുക. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ ഡിസ്ക്രീറ്റിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ല, ഡിസ്ക്രീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അനഘ ടീച്ചർ പറഞ്ഞോളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആണ് ഈ തേർഡ് മൊഡ്യൂളാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അത് പറഞ്ഞില്ല. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ A to B എന്താണ്? എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് എക്സ്പെക്ടേഷൻ്റെ ഫോർമുല. എക്സ്പെക്ടേഷൻ തന്നെയാണ് എന്ത്? അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ഓവർ A to B എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി ഹാർമോണിക് മീൻ എന്തായിരിക്കും? ഒരു ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ PDF എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്, ഹാർമോണിക് മീനിന്റെ ഫോർമുല ശരിക്കും 1/h എന്നാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ A to B 1/x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. 1/x ഇൻറ്റു, അതായത് ഇപ്പം നമ്മുടെ അടുത്ത് എക്സ്പെക്ടേഷൻ ഓഫ് 1/x എന്താണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. എക്സ്പെക്ടേഷൻ ഓഫ് 1/x എന്താണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. അതുപോലെ ജോമെട്രിക് മീൻ എന്താണ്? ജോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു ലോഗ് ജി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ A to B log x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. log x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് log x ചോദിച്ചാലും ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്തൊക്കെയാണ്? സാധാരണ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ ഓവർ ആ ഒരു നമ്മുടെ റാൻഡം വേരിയബിളിൻ്റെ റേഞ്ച് ഇൻറ്റു റേഞ്ച് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതേപോലെ ഹാർമോണിക് മീൻ ആണെങ്കിൽ 1/x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ജോമെട്രിക് മീൻ ആണെങ്കിൽ log x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ,
ഇനി അടുത്തത് മ്യൂ ആർ ഡാഷ് എന്തായിരിക്കും? ഇപ്പം ഒറിജിനൽ ആണെങ്കിൽ മ്യൂ ആർ ഡാഷ് എബൌട്ട് ഒറിജിൻ ആണെങ്കിൽ എന്തായിരിക്കും? ഇന്റഗ്രൽ a to b x raised to r into f of x dx. ഇന്റഗ്രൽ a to b x raised to r into f of x dx. ഇനി ഈ മ്യൂ ആർ ഡാഷ് എബൌട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എബൌട്ട് എന്താണ്? ദ പോയിന്റ് എ. പോയിന്റ് എ ആണെന്ന് വിചാരിക്കുക. എന്തുമായിരിക്കും? ഇന്റഗ്രൽ a to b x minus a the whole raised to r into f of x dx. ഇതെല്ലാം ഫോർമുലാസ് ആണ്. എക്സ് മൈനസ് എ ദ ഹോൾ റൈസ് ടു ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി അബൌട്ട് മീൻ ആണെങ്കിലോ ഈ എയുടെ സ്ഥാനത്ത് മീൻ വരും, അത്രേ ഉള്ളൂ. എബൌട്ട് മീൻ ആണെങ്കിൽ ഈ എയുടെ സ്ഥാനത്ത് മീൻ വരും, എക്സ് ബാർ വരും. അപ്പൊ അടുത്തത് ഈ മ്യൂ വൺ ഡാഷ് എബൌട്ട് ഒറിജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മീൻ എന്ന് വിളിക്കുന്നത്. അതായത് ഈ മ്യൂ ആർ ഡാഷ് അബൌട്ട് ഒറിജിനിൽ അത് ആറിന്റെ സ്ഥാനത്ത് 1 വരുമ്പോൾ മ്യൂ വൺ ഡാഷ് ആകുമ്പോഴത്തേക്കും അതിനെ നമ്മൾ മീൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ മ്യൂ വൺ ഡാഷിന്റെ ഫോർമുല ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂ വൺ ഡാഷിന്റെ ഫോർമുല എന്താണ്? ഇന്റഗ്രൽ ഓവർ a to b x raised to 1 into f of x dx. x raised to 1 x ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ മീൻ കിട്ടി, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ കിട്ടി. അപ്പം മ്യൂ വൺ ഡാഷ് എന്ന് പറഞ്ഞാലും മീൻ എന്ന് പറഞ്ഞാലും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്? സെയിം ആണ്. ഓക്കെ. ഇനി അടുത്ത് മ്യൂ ടു ഡാഷ് അങ്ങനെയാണെങ്കിൽ എന്തുമായിരിക്കും? മ്യൂ ടു ഡാഷ് ഇന്റഗ്രൽ ഓവർ a to b x സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും അല്ലേ? മ്യൂ ടു ഡാഷ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ a to b x സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. അതായത് എന്താണ് ശരിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ആണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ പറയാം? ശരിക്കും വേരിയൻസിന്റെ ഫോർമുല എന്താണ്? വേരിയൻസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇതാണ് ശരിക്കും വേരിയൻസിന്റെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കണക്കനുസരിച്ച് എന്താണിത്? മ്യൂ ടു ഡാഷ് മൈനസ് മ്യൂ വൺ ഡാഷിന്റെ സ്ക്വയർ. അപ്പൊ വേരിയൻസിനെ നമുക്ക് മ്യൂ ടു ശരിക്കും മൊമെന്റ്സ്, സെൻട്രൽ മൊമെന്റ്സ്, റോ മൊമെന്റ്സ് തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഫോർമുല വരുന്നത് മ്യൂ ടുവിനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? മ്യൂ ടു ആണ്. മ്യൂ ടു ഇസ് ഈക്വൽ ടു എന്താണ്? മ്യൂ ടു ഡാഷ് മൈനസ് മ്യൂ വൺ ഡാഷ് ദ ഹോൾ സ്ക്വയർ. അതിൽ മ്യൂ ടു ഡാഷ് എന്താണ്? ഇന്റഗ്രൽ ഓവർ a to b x സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതുപോലെ മ്യൂ വൺ ഡാഷ് എന്താണ്? ഇന്റഗ്രൽ ഓവർ a to b എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ ഈ റോ മൊമെന്റ്സിന്റെ സെൻട്രൽ മൊമെന്റ്സിന്റെ ഒക്കെ റിലേഷൻ നേരത്തെ കൂട്ടി പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും അത് നോട്ട് ചെയ്ത് വെച്ചോ. മ്യൂ ത്രീ എന്ന് പറഞ്ഞ മ്യൂ ത്രീ ഡാഷ് മൈനസ് 3 മ്യൂ ടു ഡാഷ് മ്യൂ വൺ ഡാഷ് പ്ലസ് 2 മ്യൂ വൺ ഡാഷിന്റെ ക്യൂബ്. അതുപോലെ മ്യൂ ഫോർ എന്ന് പറഞ്ഞ എന്താണ്? മ്യൂ ഫോർ ഡാഷ് മൈനസ് 4 മ്യൂ ത്രീ ഡാഷ് മ്യൂ വൺ ഡാഷ് പ്ലസ് 6 മ്യൂ ടു ഡാഷ് മ്യൂ വൺ ഡാഷ് സ്ക്വയർ മൈനസ് 3 മ്യൂ വൺ ഡാഷ് റേസ് ടു 4 ആണ്. ഓക്കെ. അപ്പോൾ ഇത് അതുപോലെ മ്യൂ ടു, മ്യൂ വൺ എപ്പോഴും എത്ര ആയിരിക്കും? മ്യൂ വൺ എപ്പോഴും എത്ര ആയിരിക്കും? മ്യൂ വൺ ഇസ് ഓൾവേസ് 0. നിങ്ങൾ ഈ റോ മൊമെന്റ്സും സെൻട്രൽ മൊമെന്റ്സും മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഈ റിലേഷൻസ് എല്ലാം നമുക്ക് വേണം ഈ ഒരു 2 മൊഡ്യൂൾ പഠിക്കാൻ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എന്ത് പഠിക്കാനും വേണം. അപ്പോൾ ഡിസ്ക്രീറ്റിന്റെ കേസിലാണെങ്കിൽ ഇതെല്ലാം വേണം. പക്ഷെ ഡിസ്ക്രീറ്റിന്റെ കേസിൽ ഈ എന്താ വ്യത്യാസം വരുന്നത്? ഈ ഇന്റഗ്രൽ വരുന്നിടത്തെല്ലാം സമ്മേഷൻ ആയിരിക്കും, സിഗ്മ ആയിരിക്കും ഡിസ്ക്രീറ്റിന്റെ കേസിൽ.
അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ നമ്മുടെ ഫുൾ റേഞ്ച് ആ എഫ് ഓഫ് എക്സ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഡി എക്സ് ചെയ്യുമ്പോൾ 1 കിട്ടണം. അതാണ് നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയതുകൊണ്ട്. പിന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എപ്പോഴും എന്തായിരിക്കും? പ്രോബബിലിറ്റി 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കേണ്ട കുറച്ച് ഫംഗ്ഷനുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പെക്ടേഷൻ. എക്സ്പെക്ടേഷന്റെ ഫോർമുല ഇന്റഗ്രൽ ഓവർ എ ടു ബി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. എക്സ്പെക്ടേഷൻ നമുക്ക് അരിത്തമെറ്റിക് മീൻ എന്നും പറയാം. ഹാർമോണിക് മീൻ 1/x ആണ്. 1/x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ജോമെട്രിക് മീൻ ആ എക്സിന്റെ സ്ഥാനത്ത് ലോഗ് എക്സ് ആവും. മ്യൂ ആർ ഡാഷ്, ഇത് തൊട്ടാണ് മൊമെന്റ്സ് വരുന്നത്. മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് എബൌട്ട് ഒറിജിൻ ആകുമ്പോഴത്തേക്കും ഇന്റഗ്രൽ ഓവർ എ ടു ബി എക്സ് റേസ് ടു ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എക്ക് എബൌട്ട് നോക്കുകയാണെങ്കിൽ എക്സ് മൈനസ് എ ദ ഹോൾ റേസ് ടു ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയാം. അതുപോലെ മ്യൂ 1 ഡാഷ് ആകുമ്പോഴത്തേക്കും ആറിന്റെ സ്ഥാനത്ത് 1 വരും. അപ്പോഴത്തേക്കും അതെങ്ങനെ വരും? എക്സ് റേസ് ടു ആർ എന്നുള്ളത് എക്സ് ആവും. അപ്പോൾ ഇന്റഗ്രൽ ഓവർ എ ടു ബി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ മ്യൂ 1 ഡാഷിനെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് തന്നെയാണ് ഈ സംഭവം. അപ്പോഴത്തേക്കും അതിനെ നമുക്ക് മീൻ എന്നും വിളിക്കാം. മ്യൂ 2 ഡാഷ് ആകുമ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് റേസ് ടു ആറിന്റെ സ്ഥാനത്ത് 2 വരും. അപ്പോഴത്തേക്കും ഇന്റഗ്രൽ ഓവർ എ ടു ബി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അടുത്ത് മ്യൂ വേരിയൻസിന്റെ ഫോർമുല ശരിക്കും എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ മ്യൂ 2 ഡാഷ് മൈനസ് മ്യൂ 1 ഡാഷ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അത് ശരിക്കും എന്താണ്? മ്യൂ 2 ആണ്. അപ്പം വേരിയൻസ് എന്ന് പറഞ്ഞാൽ മ്യൂ 2 ആണ്. മ്യൂ 2 ഡാഷിന്റെയും മ്യൂ 1 ഡാഷിന്റെ ഫോർമുല അവിടെ എഴുതിയിട്ടുണ്ടെന്നും കൂടെ. അതുപോലെ പിന്നെ നമുക്ക് മറ്റേ റെക്കറൻസ് റിലേഷനിൽ നമ്മൾ മുന്നേയൊക്കെ പഠിച്ചിട്ടുണ്ട്. മ്യൂ 3 എന്താണ്? മ്യൂ 4 എന്താണ്? അപ്പം ഈ മ്യൂ 3 ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കും? മ്യൂ 3 ഡാഷ് ശരിക്കും എന്താണ്? മ്യൂ 3 ഡാഷ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എ ടു ബി എക്സ് ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതേപോലെ മ്യൂ 4 ഡാഷ് ആകുമ്പോഴത്തേക്കും അത് എക്സ് റേസ് ടു 4 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആവും. അപ്പോൾ ഇത് ഇത്രയും കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? മ്യൂ 1 കണ്ടുപിടിക്കാം, മ്യൂ 2 കണ്ടുപിടിക്കാം, മ്യൂ 3 കണ്ടുപിടിക്കാം, മ്യൂ 4 കണ്ടുപിടിക്കാം. ഓക്കെ ആണേ? ഇനി നമ്മൾ അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ ബീറ്റ 1ഉം ബീറ്റ 2 ഒക്കെ ഗാമ 1 ഗാമ 2 ഒക്കെ നമ്മൾ സ്ക്യൂനസ് കർട്ടോസിസ് അവിടെ നമ്മൾ റിലേഷൻ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ശരിക്കും ബീറ്റ 1 എന്താണ്? ബീറ്റ 2 എന്താണ്? ഗാമ 1 എന്താണ്? ഗാമ 2 എന്താണ്? പറഞ്ഞേ. ആരെങ്കിലും പറഞ്ഞേ. ഐഡിയ ഉണ്ടോ? സ്ക്യൂനസ് കർട്ടോസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും ആദ്യത്തെ സെമ്മുകളിൽ. അതിൻ്റെ അകത്ത് ബീറ്റ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? മ്യൂ 3 സ്ക്വയർ ബൈ മ്യൂ 2 ക്യൂബ്. ഇതായിരുന്നു ബീറ്റ 1. അതുപോലെ ഗാമ 1 എന്ന് പറഞ്ഞാൽ റൂട്ട് ബീറ്റ 1 ആയിരുന്നു. അപ്പം നമ്മൾ സ്ക്യൂനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സിമെട്രി മെഷർ ചെയ്യുന്നതായിരുന്നു. അപ്പുറവും ഇപ്പുറവും ഇത് വരച്ചപ്പോൾ ശരിക്കും സിമെട്രിക് ആണോ അല്ലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കുന്നതായിരുന്നു നമ്മുടെ സ്ക്യൂനസിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ സ്ക്യൂനസും കർട്ടോസിസും. കർട്ടോസിസ് എന്തായിരുന്നു? ഫ്ലാറ്റഡ്നെസ് അല്ലെങ്കിൽ പീക്കഡ്നെസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ സ്ക്യൂനസ് എന്ന് പറഞ്ഞാൽ ഈ അപ്പുറവശവും ഇപ്പുറവശവും എത്രത്തോളം സിമെട്രിക് ആണ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് സിമെട്രി മെഷർ ചെയ്യുന്നതാണ് സ്ക്യൂനസ് എന്ന് പറയുന്നത്. അപ്പൊ സ്ക്യൂനസ് എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? യൂസിങ് മെഷേഴ്സ് അല്ല മൊമെന്റ്സ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മ്യൂ 3 ഗ്രേറ്റർ ദാൻ 0 അതുപോലെ ഗാമ 1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയാം. അതുപോലെ മ്യൂ 3 ലെസ് ദാൻ 0 ഗാമ 1 ലെസ് ദാൻ 0 ആണെങ്കിൽ എന്തെന്ന് പറയാം? നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയാം. ഇനി ഇവർ രണ്ടുപേരും ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ സ്ക്യൂനസ് അല്ലെങ്കിൽ സിമെട്രിക് ആണ്. ഓക്കെ, അപ്പൊ ഈ ബീറ്റ 1ഉം ഗാമ 1ഉം വെച്ചായിരുന്നു നമ്മൾ സ്ക്യൂനസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും സ്ക്യൂനസ് എന്താണെന്ന് വേണമെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. സ്ക്യൂനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഗ്രാഫ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിത് എല്ലാം ഓർത്തിരിക്കണം. അപ്പം ശരിക്കും നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ പോസിറ്റീവ് സൈഡിലോട്ടായിരിക്കും അത് വലിഞ്ഞു കിടക്കുന്നത്. അതായത് ഇപ്പം ഇങ്ങനെ ഇരിക്കും. ഇതാണ് ശരിക്കും പോസിറ്റീവ്ലി സ്ക്യൂഡ്. അതായത് ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. കാര്യം പകുതി വരണ്ടേ. അരിത്തമെറ്റിക് മീൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷേ മീഡിയൻ സെൻറ്റർ ഓഫ് ദ ഒബ്സർവേഷൻ ഇവിടെ ആയിരിക്കും. മോഡെന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി, അത് ഇവിടെ ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡാണ് ഇത്. പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നതാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇങ്ങനത്തെ ആയിരിക്കും. അതായത് പിന്നെ അങ്ങോട്ടായിരിക്കും. ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ നോക്കുകയാണെങ്കിൽ ഏകദേശം എവിടെ വരും? ഇവിടെ വരും, പകുതി. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയല്ല, അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ്. മീഡിയൻ ഏകദേശം മിഡിൽ ഒബ്സർവേഷൻ ഇവിടെ വരും, ഹയസ്റ്റ് ഫ്രീക്വൻസി ഇവിടെ വരും. അപ്പം ഇത് നെഗറ്റീവ്ലി സ്ക്യൂഡാണ്. ഇതൊരു ഗ്രാഫാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ മോഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും? മീനിൻ്റെ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ടാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുന്നത്. ഇത് നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്നത് β1 γ1 ഒക്കെ യൂസ് ചെയ്താണ്. β1ൻ്റെ ഫോർമുല മൊമെന്റ്സ് വെച്ചിട്ട് μ3² ആണ്. അതുപോലെ γ1 എന്ന് പറഞ്ഞാൽ √β1 ആണ്. അതുപോലെ ഇനി കർട്ടോസിസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരിക്കും. കർട്ടോസിസ് എന്തായിരുന്നു? ഒരു ഗ്രാഫ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കർവിന് സാധ്യതയുണ്ട്, ഇങ്ങനത്തെ ഒരു കർവിന് സാധ്യതയുണ്ട്, ഇങ്ങനത്തെ ഒരു കർവിന് സാധ്യതയുണ്ട്. അപ്പം ഇതൊരു ടൈപ്പ്, ഇതൊരു ടൈപ്പ്, ഇതൊരു ടൈപ്പ്. ആദ്യത്തെ ടൈപ്പിനെ നമുക്ക് എന്തോന്ന് പറയാം? ഈ ലെപ്റ്റോകർട്ടിക്, മീസോകർട്ടിക്, പ്ലാറ്റികർട്ടിക് എന്ന് ഓർമ്മയുണ്ടോ? ഈ ആദ്യത്തത് ലെപ്റ്റോകർട്ടിക്, ഇത് മീസോകർട്ടിക്, ഇത് പ്ലാറ്റികർട്ടിക്. ലെപ്റ്റോകർട്ടിക്, മീസോകർട്ടിക്, പ്ലാറ്റികർട്ടിക്. അപ്പോൾ അത് മെഷർ ചെയ്യുന്നത് ബാക്കി β2ഉം γ2 ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ β2ൻ്റെ ഫോർമുല ശരിക്കും μ4/μ2². γ2 എന്ന് പറഞ്ഞാൽ β2 - 3. അപ്പോൾ നമ്മൾ β2 എടുക്കുമ്പോഴത്തേക്കും β2 3 എന്ന് പറയുന്ന വാല്യൂവിന് ഈക്വൽ ആണെങ്കിൽ അതിനെ നമുക്ക് മീസോകർട്ടിക് എന്ന് പറയാം. β2 എന്ന് പറയുന്നത് >3 ആണെങ്കിൽ നമുക്കതിനെ ലെപ്റ്റോകർട്ടിക് എന്ന് പറയാം. β2 <3 ആണെങ്കിൽ നമുക്കതിനെ പ്ലാറ്റികർട്ടിക് എന്ന് പറയാം. അതുപോലെ β2 3 എന്ന് പറഞ്ഞാൽ γ2 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? β2 - 3 ആണ്. അപ്പോൾ β2 3 എന്ന് പറഞ്ഞാൽ γ2 എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം. ഇതെന്തായിരിക്കണം? β2 3 എന്ന് പറഞ്ഞാൽ γ2 0 ആയിരിക്കണം. ഇതെന്തായിരിക്കണം? γ2 <0. അതിപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ. അപ്പം ഇതാണ് അടുത്ത് ഇൻട്രൊഡക്ഷനിലുള്ളത്. പിന്നെ ഞാൻ ഈ അയച്ചേക്കുന്ന നോട്ടിൻ്റെ അകത്ത് മീൻ ഡീവിയേഷനും ക്വാർട്ടൈലും ഒക്കെ കിടപ്പുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. അത് നമുക്ക് അധികം പ്രാധാന്യമില്ല, എന്നാലും ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ഇനിയുള്ളത് മോഡ്. നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ് എങ്ങനെ കണ്ടുപിടിക്കാം? മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി, മോഡെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? മാക്സിമം വാല്യൂ. അതായത് വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് f of x is maximum. അല്ലേ? അതാണ് ശരിക്കും മോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ, ഫ്രീക്വൻസിയുടെ വാല്യൂ മാക്സിമം ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഡിസ്ട്രിബ്യൂഷൻ്റെ PDF-ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, അത് <0 ആണോ നോക്കുക. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്സ് ആയിരിക്കും എന്ത്? നമ്മുടെ മോഡ്. നമ്മൾ സാധാ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം കണ്ടുപിടിക്കുന്ന അതേ മെത്തേഡ്. അപ്പോൾ f' എന്ന് പറയുന്നത് 0 ആണോ, 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അതുപോലെ f" കണ്ടുപിടിക്കുക, അത് <0 ആണോ നോക്കുക.
ഇത് ചെക്കിങ്ങും ഇത് ഫൈൻഡിങ്ങുമാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ആണ് നമ്മുടെ മോഡ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഒന്നുകൂടെ പറയണോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത്, ഇനി നമ്മുടെ S4ന്റെ പോർഷനിലാണ് തുടങ്ങുന്നത്. S4ന്റെ പോർഷനിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് മൊഡ്യൂൾ 3യിലാണ്. മൊഡ്യൂൾ 3യിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ള കണ്ടിന്യൂസ്, അതായത് അതിൻ്റെ അകത്ത് ഒരുപാട് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. മൊഡ്യൂൾ 3 ആണെങ്കിൽ ആദ്യം നമുക്ക് ഒരു യൂണിഫോം എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാറുണ്ട്. രണ്ടാമത് ട്രയാങ്കുലർ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാറുണ്ട്. പിന്നെ ഗാമ ഉണ്ട്, ബീറ്റ ഉണ്ട്. ബീറ്റ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അടുത്ത മൊഡ്യൂൾ 4 എത്തുമ്പോഴത്തേക്കും നോർമൽ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാറുണ്ട്. പിന്നെ വേറെ ഏതോ 2 എക്സ്പോണൻഷ്യൽ, അങ്ങനെ ലോഗ് നോർമൽ, അങ്ങനെയൊക്കെ 2-3 കൂടെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ നോർമൽ ഇച്ചിരി വാസ്റ്റാണ്. ഇവരെല്ലാവരും ഒരു മോഡറേറ്റ് റേഞ്ചിൽ പഠിക്കാനുള്ളവരാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സിലബസിൽ ശരിക്കും ഇപ്പം സിലബസിൽ നല്ല വ്യക്തമായിട്ട് തന്നെ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതുണ്ട്. പക്ഷേ അതിന് പുറമെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കി വെക്കണം. കാര്യം ഇപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാതിരിക്കാം. പക്ഷെ നിങ്ങൾ ഫർദറായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഫർദറായിട്ട് പഠിക്കുന്നവർ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അപ്പം ഏറ്റവും ബെസ്റ്റ് ഗുപ്ത കപൂർ തന്നെയാണ്. അതിൻ്റെ അകത്തുള്ള സകല ക്വസ്റ്റ്യൻസും ചെയ്തോളാം. സകല ക്വസ്റ്റ്യൻസ്. കാര്യം നിങ്ങൾക്കിപ്പോൾ ടൈം ഉണ്ട്. കാര്യം എന്ന് പരീക്ഷ വരും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഇന്ന് ഞാനിപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി വെക്കും. അപ്പോൾ ഇന്ന് തന്നെ പോയി ഇപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ടച്ച് വിടാതിരിക്കാൻ വേണ്ടി അതൊക്കെ ഒന്ന് ഓട്ടിച്ച് നോക്കിയിട്ട് ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ ഇന്ന് പഠിപ്പിക്കുന്ന, ഇപ്പം എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളും പിന്നെ ഇനി അടുത്ത ഇപ്പം യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ തന്നെ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. ശരിക്കും നിങ്ങളുടെ സിലബസിൻ്റെ അകത്ത് മീൻ, വേരിയൻസ്, MGF ഇതിൻ്റെ 3ൻ്റെയും ഡെറിവേഷൻ പിന്നെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളുമാണ് ഉള്ളത്. അപ്പം ഞാൻ ആ PDF ഇടുന്നത് മൊത്തത്തിലൊന്ന് നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷനുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അവർക്കൊരു PDF കാണും. ആ PDF അതായത് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കാണും. അത് വെച്ചിട്ട് നമ്മൾ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുന്നു, മീൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എല്ലാത്തിൻ്റെയും കാണാതെ പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ PDF നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ആദ്യത്തത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് യൂണിഫോം അല്ലെങ്കിൽ യൂണിഫോമിന് മറ്റൊരു പേരുണ്ട്, റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദ ഇന്റർവെൽ AB if its PDF is given by. ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാത്തിൻ്റെയും ഡെഫിനേഷൻ എഴുതേണ്ടത്. അതായത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു 10-12 ഡിസ്ട്രിബ്യൂഷനോളം ഈ ഒരു സെമ്മിൽ പഠിക്കാനുണ്ട്, ഈ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും എല്ലാം കൂടെ ചേർത്ത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡെഫിനേഷൻ എഴുതേണ്ടത് ഇങ്ങനെ തന്നെ ആയിരിക്കും. എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ബി. ഇപ്പോൾ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ്, ഇപ്പം പെർട്ടിക്കുലർ അതിൻ്റെ പേര്, ഓവർ അതിൻ്റെ ഇൻ്റർവെല്,
അതിൻ്റെ പി ഡി എഫ് എന്താണ്? പി ഡി എഫ് ശരിക്കും യൂണിഫോമിൻ്റെ പി ഡി എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ്, നമ്മൾ പി ഡി എഫ് എഴുതുമ്പം അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പാരാമീറ്ററുകളും കൂടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇട്ടേക്കണം. ഇസ് ഈക്വൽ ടു 1/b മൈനസ് എ ഇഫ് a less than x less than b 0 otherwise. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് കേൾക്കുമ്പോഴത്തേക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഡെഫിനിഷൻ നമുക്ക് ഒന്നും കൂടെ ഒരു കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ശരിക്കും ഒരു ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് പാരാമീറ്റർ എയും ബിയും ഉണ്ടെന്ന് വിചാരിക്കാം. ആ എയും ബിയും എന്ത് തന്നെ ആയാലും ആ ഒരു പ്രോബബിലിറ്റി, ആ ഒരു എയിലും എ തൊട്ട് ബി വരെയുള്ള, ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മളൊരു ഇൻ്റർവെല്ലാണ് പറയുന്നത്, അപ്പോൾ എ തൊട്ട് ബി വരെയുള്ള പ്രോബബിലിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഇരിക്കും? ഇപ്പം ഇത് എ ആണെന്ന് വിചാരിക്കുക, ഇത് ബി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇത് നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇപ്പം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ, ഇപ്പം എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇതിപ്പം 1 ആണെന്ന് വിചാരിക്കുക, ഇതിപ്പോൾ 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ അകത്ത് മുഴുവൻ അതിൻ്റെ വാല്യൂ അത് തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൻ്റെ അകത്ത് അതിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം ഇതിപ്പം നമ്മൾ താഴോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തിൻ്റെ ഫോമിലായി? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഫോമിലായി. അതുകൊണ്ടാണ് ഇതിനെ റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്നും വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് എ ബി എന്ന് പറയുന്നത് 1/b മൈനസ് എ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1/b മൈനസ് എ ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയാലും എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? 1/b മൈനസ് എ ആയിരിക്കും. കുറച്ചെങ്കിലും മനസ്സിലായോ? ആവുന്നുണ്ടോ? ഡൗട്ടുണ്ടോ ആർക്കെങ്കിലും? ഒരു വേവ് ഐഡിയ ആണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ ശരിയാവും. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറേ ഡിസ്ട്രിബ്യൂഷനുകളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷനാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒരു നമ്മുടെ ഇൻ്റർവെല്ല് എന്ത് തന്നെ ആയാലും, ഇപ്പോൾ 1 തൊട്ട് 2 അല്ലെങ്കിൽ 2 തൊട്ട് 3 അല്ലെങ്കിൽ 3 തൊട്ട് 4 അങ്ങനെ എന്ത് തന്നെയാണ് ഇൻ്റർവെല്ലിൻ്റെ വാല്യൂ എങ്കിലും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഡി എഫ് അല്ലെങ്കിൽ പി ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ റേഞ്ചിലുള്ള അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് 1/b മൈനസ് എ എന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ പി ഡി എഫ് 1/b മൈനസ് എ ആണ്. അങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷനുകളെയാണ് നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഇത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇപ്പം കോൺസ്റ്റൻ്റ് അല്ലേ, ഇപ്പം എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയാലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇപ്പം ഇതിനൊരു റെക്റ്റാങ്കിൾ ഫോമിൽ നമുക്ക് എടുക്കാമല്ലോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ. അതുകൊണ്ടാണ് അതിനെ റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂഷനും പിന്നെ ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും നോർമൽ, അങ്ങനെ 2-3 പേർക്ക് മാത്രമേ നമുക്കൊരു സ്റ്റോറി ആയിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാത്തിനും ഇത് കണക്ക് ഡയറക്റ്റ് ആയിട്ടൊരു പി ഡി എഫ് ഉണ്ട് എന്ന് പറഞ്ഞാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ് പഠിച്ചത്. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഡി എഫ് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് മാത്രം ഇട്ടാലും മതി കേട്ടോ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഡി എഫ് എന്ന് പറയുന്നത് 1/b മൈനസ് എ എപ്പോ a less than x less than b and 0 otherwise. അപ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ യൂണിഫോമിൻ്റെ പി ഡി എഫ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇപ്പം എക്സ് ഫോളോസ് യൂണിഫോം എ ബി ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. യൂണിഫോമിനെ നമ്മൾ ക്യാപിറ്റൽ യു വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഫോളോസ് യൂണിഫോം എ ബി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എഫ് ഓഫ് എക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സമയം പഠിച്ചതെന്ന് പറഞ്ഞാൽ കുറേ ഡയറക്റ്റ് പി ഡി എഫുകൾ തന്നിട്ട് അതിൻ്റെ എക്സ്പെക്ടേഷൻ, മീൻ, വേരിയൻസ് അതും ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഓരോ പി ഡി എഫിനും എന്തുണ്ട്? പേരുകളുണ്ട്. അപ്പോൾ ഈ യൂണിഫോം എന്നുള്ള പേരുള്ളതിൻ്റെ പി ഡി എഫ് ആണ് ഇത്.
മനസ്സിലായോ? അതുപോലെ അടുത്തിപ്പോൾ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ അതിന് വേറൊരു PDF കാണും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എല്ലാ ഡിസ്ട്രിബ്യൂഷനുകളുടെയും PDF നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണേ? അപ്പൊ അടുത്ത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ഇതായിരുന്നു ശരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. നമ്മൾ ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോഴത്തേക്കും ആദ്യം അതിന്റെ PDF പഠിച്ചു, ഇത് PDF ആയി. ഇനി നമുക്ക് യൂണിഫോമിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാം. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ഇന്റഗ്രൽ ഓവർ നമ്മുടെ ഡിസ്ട്രിബ്യൂഷന്റെ ലോവർ ലിമിറ്റ് മുതൽ എക്സ് വരെ അതിന്റെ PDF-നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ശരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തോ വരും? ഇന്റഗ്രൽ ഓവർ a to x 1/b - a dx. ശരിക്കും 1/b - a എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് അതിനെ ഇന്റഗ്രലിന്റെ പുറത്തെടുക്കാം. a to x 1 dx എന്ന് എടുക്കാമല്ലോ. അപ്പൊ 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തോ കിട്ടും? 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x കിട്ടത്തില്ലേ? a to x. അപ്പൊ ഇതെന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ പിന്നെ നമ്മുടെ കോൺസ്റ്റന്റ് x - a ബൈ b - a എന്ന് കിട്ടും ഇല്ലേ? അപ്പോൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ f of x is equal to, എപ്പോഴും ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 0 if x ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതിന്റെ ലോവർ ലിമിറ്റ്. പിന്നെ നമുക്കിപ്പോൾ കിട്ടിയ സംഭവം x - a ബൈ b - a, അതിന്റെ റേഞ്ച് എന്തായിരിക്കും? a ലെസ് ദാൻ x ലെസ് ദാൻ b. അതുപോലെ 1 എപ്പോഴായിരിക്കും? x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ല b, സോറി. അപ്പൊ നമ്മൾ പഠിച്ചത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ PDF എന്താണ്? 1/b - a. എപ്പോ a ലെസ് ദാൻ x ലെസ് ദാൻ b, 0 അതർവൈസ്. അതിനെ നമുക്ക് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. അപ്പൊ അത് രണ്ടാമത് പഠിച്ചത് അതിന്റെ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് കണ്ടിന്യൂസിന്റെ കേസിൽ ഇന്റഗ്രൽ ഓവർ a to അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് മുതൽ x വരെ ആ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. കിട്ടിയോ? കിട്ടിയോടെ? ചെയ്ത് പോണേ നിങ്ങള്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ ഇനി ആർക്കെങ്കിലും? ഇപ്പൊ ചെയ്തത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കൂടെ ചെയ്ത് പോണേ. അതിന് കിട്ടിയില്ലെങ്കിൽ പറയണേ. ഇന്റഗ്രേഷൻ ഒക്കെ ആയതുകൊണ്ട്. അപ്പൊ അടുത്ത് നമ്മൾ ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആണ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, മീൻ നമുക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം? മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ μ1' ആണ്. അപ്പം എങ്ങനെ വേണോ കണ്ടുപിടിച്ചോ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു μ1'. അതിന്റെ ഫോർമുല എന്താണ്? ഇന്റഗ്രൽ ഓവർ നമ്മുടെ റേഞ്ച് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ? അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓവർ a to b. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 1/b - a dx.
അപ്പോൾ ആ കോൺസ്റ്റന്റിനെ പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? 1/b - a പുറത്തെടുക്കുമ്പോൾ ഇന്റഗ്രൽ ഓവർ a to b x dx. ബാക്കി ഇന്റഗ്രേഷൻ എങ്ങനെ ചെയ്യാം? ബാക്കി എങ്ങനെ ചെയ്യാം? 1/b - a x ആണ് വിത്ത് റെസ്പെക്ട് ടു ഇന്റഗ്രൽ ഓവർ a to b x dx ആണ്. അപ്പൊ എക്സിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? x²/2 റേഞ്ച് a to b, അതായത് 1/b - a അപ്പർ ലിമിറ്റ് എന്താണ്? b² മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? a²/2. b² - a² നമുക്ക് എങ്ങനെ എഴുതാം? b + a ഇൻറ്റു b - a/b - a ഇൻറ്റു ഒരു 2 കിടപ്പുണ്ട്, അതായത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് b + a/2 അല്ലെങ്കിൽ a + b/2. ഇതാണ് എന്ത്? നമ്മുടെ ഇതിന്റെ മീൻ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീൻ. ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഇവിടത്തെ ലിമിറ്റ് a to b എന്നല്ലേ, പക്ഷെ കഴിഞ്ഞ ലിമിറ്റ് ചെയ്തപ്പോൾ a to x എന്നല്ലേ ചെയ്തത്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ലോവർ ലിമിറ്റ് മുതൽ x വരെയാണ് എടുക്കേണ്ടത്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ എടുക്കുന്നത്? ഫുൾ റേഞ്ച് അല്ലേ. ശരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ മാത്രമേ നമ്മൾ ലോവർ ലിമിറ്റ് മുതൽ x വരെ എടുക്കത്തുള്ളൂ. മനസ്സിലായോ? ഒരു ഇത് പോയാ ബാക്കി എക്സ്പെക്ടേഷനുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഫുൾ റേഞ്ച് ആണ് എടുക്കുന്നത്. കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്കടുത്ത് വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫോർമുല എന്താണ്? വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല μ2 = μ2' മൈനസ് μ1' സ്ക്വയർ. അപ്പം നമ്മൾ μ1' എത്രയെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? b + a/2 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? μ2' കണ്ടുപിടിച്ചാൽ മതി. അപ്പം μ2' കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തേ. ഇന്റഗ്രൽ ഓവർ a to b x² ഇൻറ്റു f(x) dx. ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് പറഞ്ഞാൽ എന്തോ കിട്ടുമെന്ന്? എന്നിട്ട് f(x)ന്റെ സ്ഥാനത്ത് എന്തോ ഇടണം? 1/b - a ഇട്ട് കൊടുക്കണം. ചെയ്ത് എന്ത് കിട്ടുമോ നോക്കിക്കേ.
എന്തോ കിട്ടി? ഇന്റഗ്രൽ ഓവർ a to b x square into f1 by b minus a dx. ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഇതൊക്കെ തന്നെയാണ് ആവുന്നത്. b cube minus a cube by 3 into b minus a. b cube minus a cube നമുക്ക് എങ്ങനെ ചെയ്യാം? b minus a into b square plus ab plus a square എന്ന് എഴുതാം by 3 into b minus a. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോയിട്ട് b square plus ab plus a square by 3 എന്ന് കിട്ടും. ഏത്? mu2 square. അപ്പം നമുക്ക് mu2 dash എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? b square plus ab plus a square by 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ mu2 എന്ന് പറയുന്നത് എന്താണ്? mu2 dash മൈനസ് mu1 ഡാഷിൻ്റെ സ്ക്വയർ. അതായത് b സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ ബൈ 3 മൈനസ് mu1 ഡാഷ് എന്താണ്? b പ്ലസ് എ ബൈ 2. അപ്പം b പ്ലസ് എ ബൈ 2 സ്ക്വയർ അല്ലേ? അപ്പം എന്താ വരും? ഇനി സിംപ്ലിഫിക്കേഷൻ ആണ്. നിങ്ങൾ അവിടെ നിന്ന് കുത്തിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ വേണോ സിംപ്ലിഫൈ ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനങ്ങ് ചെയ്താൽ. ഇങ്ങനെ കിട്ടും. അതായത് ഞാനിവിടെ ചെയ്തതൊന്നുമില്ല. നമുക്കിപ്പോൾ ഇതുവരെ കിട്ടിയായിരുന്നു. ഇതിൽ നിന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ab ബൈ 4 എന്ന് വരും. അപ്പോൾ എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ സെയിം ആക്കി എന്നിട്ട് ഇങ്ങനെ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇതെല്ലാം പരീക്ഷയ്ക്ക് ഡിറൈവ് ആദ്യത്തത് എന്താണ്? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, രണ്ടാമത്തത് മീൻ, മൂന്നാമത്തത് വേരിയൻസ്. ഇത് ഏത് വേണോ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ കിട്ടാത്ത ആരും ഇല്ലല്ലോ? കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോടെ? അടുത്തതും കൂടെ പറയട്ടെ. ഒരിതും കൂടെ പറഞ്ഞാൽ നമുക്ക് നിർത്താം. അടുത്തത് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എപ്പോഴും MXT വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. MXT ഈക്വൽ ടു എന്തുമായിരുന്നു? ഇന്റഗ്രൽ ഓവർ നമ്മുടെ റേഞ്ച് e⁻TX ഇൻറ്റു f(x) dx. ഇതാണ് നമ്മൾ നേരത്തെ ഫോർമുലാസിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല, എന്നാലും ഒന്നും കൂടെ പറയുവാണ്. MXT ഈക്വൽ ടു ഇന്റഗ്രൽ ആ ഒരു റേഞ്ച്
എക്സ്പെക്ടേഷൻ അല്ല e⁻tx ഇൻറ്റു f(x) dx. നിങ്ങൾ മൊമെന്റ്സ് വഴി മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഡയറക്റ്റ് ഫോർമുല എക്സ്പെക്ടേഷൻ വഴി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് e⁻tx ആണ് mxt എന്ന് പറയുന്നത്. അപ്പോൾ mxt is equal to എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് e⁻tx ആണ്. അപ്പോൾ നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ mxt is equal to integral a to b e⁻tx into 1/b minus a dx. 1/b minus a കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് പുറത്തെടുക്കാം. ഇന്റഗ്രൽ a to b e⁻tx dx, അതായത് 1/b minus a. e⁻tx എന്ന് പറഞ്ഞാൽ എന്താണ്? e⁻txന്റെ ഇന്റഗ്രൽ എന്താണ്? e⁻tx by t. അതായത് അപ്പോൾ ഇവരെല്ലാവരും കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ നമുക്ക് ലിമിറ്റ് ആർക്ക് മാത്രം മതി? e⁻txന് മാത്രം മതി. അതായത് 1/t ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു എന്ത് വരും? e⁻bt മൈനസ് e⁻at. ഇതാണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, പ്രൊവൈഡഡ് ടി ഒരിക്കലും 0 ആവാൻ പാടില്ല. അത് നമ്മുടെ MGFന്റെ ഫോർമുലയ്ക്കകത്ത് തന്നെ ഉള്ളതാണ്. e⁻bt മൈനസ് e⁻at ബൈ ടി ഇൻറ്റു ബി മൈനസ് എ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരെണ്ണമാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. അതിൻ്റെ വ്യത്യാസം എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ φxt വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് e⁻itx. അതായത് നമ്മുടെ txന്റെ കൂട്ടത്തിൽ ഒരു ഐയും കൂടെ വരും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ വരും, ഇന്റഗ്രൽ ഓവർ a to b e⁻itx ഇൻറ്റു 1/b മൈനസ് a dx. അപ്പം നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഐയും കൂടെ വന്നതേ ഉള്ളൂ. e⁻ibt മൈനസ് e⁻iat ബൈ it ഇൻറ്റു b മൈനസ് എ, പ്രൊവൈഡഡ് t നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഇന്ന് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മളിപ്പം ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു. ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ ആദ്യം നമുക്കത് വേണ്ടത് അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കണം. ഡെഫിനിഷൻ്റെ അകത്ത് എന്തുണ്ട്? നമ്മുടെ PDF ഉണ്ട്. പിന്നെ ഈ യൂണിഫോമിൻ്റെ ആണെങ്കിൽ എന്ത് വേണം? f(x), അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ മീൻ കണ്ടുപിടിച്ചു, വേരിയൻസ് കണ്ടുപിടിച്ചു, പിന്നെ എന്ത് കണ്ടുപിടിച്ചു? mxt അല്ലെങ്കിൽ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ MGF. MGF കണ്ടുപിടിച്ചു. CF അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഓക്കെ, അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ PDF, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, മീന്, വേരിയൻസ്, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, ഇത്രയും സാധനങ്ങൾ എഴുതി പഠിച്ചോണം. അടുത്ത ദിവസം വരുമ്പോൾ, അടുത്ത ദിവസം നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, ഓക്കെ ആണേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇവിടെ